നമസ്കാരം, ഞാൻ ഡോക്ടർ ജൂലി, കൽപ്പറ്റ ലിയ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഇൻഹേലറുകളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പറയാതെ വിട്ട ഒരു കാര്യമുണ്ട്, ഇൻഹേലറുകൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻഹേലറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കണതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻഹേലർ 2 തരമാണുള്ളത്. ഡ്രൈ പൗഡർ ഇൻഹേലർ, അതായത് ഇതിൻ്റെ ഉള്ളിൽ പൊടിയാണ്, അത് ക്യാപ്സ്യൂളിലാണ് വരുന്നത്. ക്യാപ്സ്യൂൾ പോലെ ഉള്ള ഇൻഹേലർ, ഇതിൻ്റെ ഉള്ളിൽ പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുളിക എടുത്ത് ഇടിച്ച് പൊടിച്ച് പൊടിയാക്കിയിട്ട് അതിൽ നിന്നൊരു 10 അംശം എടുത്തിട്ട് ഒരു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. അതാണ് ഡ്രൈ പൗഡർ ഇൻഹേലർ. രണ്ടാമത്തത് MDI, മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന് പറയും. ഇതിന് ഇൻഹേലറിൻ്റെ അകത്തൊരു കണ്ടെയ്നറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മരുന്ന് ലിക്വിഡ് ഫോമിലുണ്ട്. അത് സ്പ്രേ പോലെ നമ്മൾ ഇത് പമ്പ് ചെയ്യുമ്പോൾ വായ്ക്കകത്തോട്ട് അടിച്ചു തരികയാണ് ചെയ്യുന്നത്. ഈ പൊതുവെ ഇൻഹേലറിൻ്റെയൊക്കെ അകത്ത് ഇതിൻ്റെ ഉള്ളിൽ മരുന്ന് എത്ര പഫ് നമുക്ക് അടിക്കാൻ പറ്റും എന്നുള്ളത് ഇതിലുണ്ടാവും. ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും അതിങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മരുന്ന് സ്പ്രേ പോലെ കണ്ട പുറത്തേക്ക് പോകും. മീറ്റർ ഡോസ് ഇൻഹേലർ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള ആദ്യം പറയാം. ഈ ഇൻഹേലർ 2 രീതിയിൽ ഉപയോഗിക്കാം. ഇത് മാത്രമായിട്ട് നമ്മളെ വായിൽ കൂടെ വലിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് സ്പേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ശ്വാസം പുറത്തേക്ക് വിടുക, അതായത് ഫുൾ ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം ഇൻഹേലർ എടുത്തിട്ട് നമ്മുടെ വായ്ക്കകത്ത് ഒരു ഫുൾ സീൽ ഫോം ചെയ്യിപ്പിക്കണം. അതായത് നമ്മൾ സ്ട്രോ ഒക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഫുൾ അകത്ത് വെച്ചിട്ടല്ലേ വലിക്കുക, അതുപോലെ അങ്ങനെ ഇത് ഫുള്ള് അകത്ത് വെച്ചിട്ട് ഫുൾ സീലാക്കുക. അതിനുശേഷം ശ്വാസം ശക്തമായിട്ട് അകത്തേക്ക് ഫോഴ്സ്ഫുള്ളി വലിച്ചെടുക്കുക. ആ നേരത്ത്, അതായത് നമ്മൾ ശ്വാസം വലിക്കുക, അതേ ടൈമിൽ നമ്മൾ ഇൻഹേലർ ഒന്ന് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്ത് കഴിയുമ്പോൾ മരുന്ന് ഡയറക്റ്റ് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് പോകും. കുറച്ച് കഴുത്തൊന്ന് പുറകോട്ട് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് കിട്ടും. സോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഇൻഹേലർ വലിച്ചെടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഞാനതവിടെ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് ഒത്തിരി നേരം പിടിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മാക്സിമം അല്ല മിനിമം ഒരു 10 സെക്കൻഡെങ്കിലും നമ്മളൊന്ന് ഹോൾഡ് ചെയ്യണം. എന്നാലേ ഇൻഹേലർ ശ്വാസകോശത്തിൻ്റെ അകത്ത് തന്നെ നിൽക്കത്തുള്ളൂ. അതിനുശേഷം പുറത്തേക്ക് ശ്വാസം വിടുക. അത് വായിക്കൂടെ മൂക്കിക്കൂടെയൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം വിടാം. മൂക്കിക്കൂടെ വിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ അലർജി ഉള്ളവർക്കും തുമ്മലുള്ളവർക്കും മരുന്ന് മൂക്കിക്കൂടെ പോകുമ്പോൾ അതിന് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പൊതുവേ നല്ല കോർഡിനേഷൻ ആവശ്യമുണ്ട്. അപ്പം ചെറിയ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല പ്രായമായിട്ടുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യം കറക്റ്റായിട്ട് വലിക്കാൻ പറ്റുന്നവർക്കേ പറ്റുള്ളൂ. പ്ലസ് നല്ല ശ്വാസമുട്ടുള്ളവർക്ക്, അവർക്ക് ചിലപ്പോൾ ശ്വാസം ശരിക്കും അകത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കും ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻഹേലറുകൾ അത് ഏതാണെങ്കിലും കേട്ടോ, MDI ആണെങ്കിലും പൗഡർ ആണെങ്കിലും ഉപയോഗിച്ച ശേഷം വായ നന്നായിട്ട് കഴുകിയിട്ട് തുപ്പിക്കളയേണ്ടതാണ്. അപ്പം ഞാൻ കഴുകിയിട്ട് വരാം. 2 കാര്യമുണ്ട്. ഒന്ന്, മരുന്ന് ഡയറക്റ്റ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാകും, തൊലി പോയതുപോലെ തോന്നും. ഷുഗറൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് സ്റ്റിറോയിഡ് ഉണ്ടെങ്കിൽ. രണ്ടാമത്, ഇതിന് ഇച്ചിരി കയ്പുണ്ട്, നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് കൂടെ കഴുകുമ്പോൾ അങ്ങ് പോയിക്കോളും. MDI സ്പേസർ വെച്ചിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇത് വളരെ സിമ്പിളാണ്. സ്പേസറിന് 2 അറ്റാണുള്ളത്. ഒന്ന്, നമ്മുടെ ഇൻഹേലറിൻ്റെ മൗത്ത് പീസ് ഘടിപ്പിക്കാവുന്ന അറ്റം. പലതരം ഇൻഹേലറുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ മൗത്ത് പീസിന് പല സൈസ് ഉണ്ടാവും. പക്ഷേ യൂഷ്വലി സ്പേസറുകൾ വരുമ്പം ഈ ഏത് ഇൻഹേലർ ആണെങ്കിലും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ സ്പേസറുകളുടെ ഒരറ്റത്തിൽ വരിക. രണ്ടാമത്തെ ഇതിൻ്റെ മൗത്ത് പീസാണ്. മൗത്ത് പീസിനൊരു ക്യാപ്പും ഉണ്ട്.
അപ്പോൾ ഫസ്റ്റ് ഇൻഹേലർ സ്പേസറിൽ ഘടിപ്പിക്കുക. സ്പേസറിൻ്റെ ഈ അറ്റം മൗത്ത് പീസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ വായിൽ വയ്ക്കുക. എന്നിട്ട് ഈ ഇൻഹേലർ പമ്പ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് മരുന്ന് ആദ്യം ഈ സ്പേസറിൻ്റെ അകത്ത് വീഴും. അതിനുശേഷം നമ്മൾ സ്പേസറിൻ്റെ മൗത്ത് പീസ് എടുത്ത് വായിൽ വെച്ചിട്ട് പറഞ്ഞ പോലെ തന്നെ ശ്വാസം ആദ്യം പുറത്തേക്ക് വിടുക. അതിനുശേഷം ശ്വാസം അകത്തേക്ക് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് പിടിച്ചു വയ്ക്കുക. പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഈ സ്പേസറിൻ്റെ അകത്ത് എല്ലാത്തിലും ഉണ്ടാകത്തില്ല, പക്ഷെ മിക്ക സ്പേസറിൻ്റെ അകത്തും ഒരു വാൽവ് മെക്കാനിസമാണ്. കാരണം നമ്മൾ അകത്തേക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം സ്പേസറിൻ്റെ അകത്തേക്ക് പോകത്തില്ല. അത് വാൽവ് പോലെ ഉണ്ട്. ഒരു ഫിൽറ്ററും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ചില ഇൻഹേലറുകളുടെ അകത്ത് ഈ വാൽവും ഫിൽറ്ററൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വായിൽ വയ്ക്കുക, പമ്പ് ചെയ്യുക, ശ്വാസം അകത്തേക്ക് എടുക്കുക, പിടിച്ചു വയ്ക്കുക, മൂക്കിക്കൂടെ വിടുക. ഇപ്പം ഞാൻ വലിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടോ. ഈ ശബ്ദം കേട്ടാൽ അതിനർത്ഥം നമ്മൾ വലിക്കുന്നതിൻ്റെ സ്പീഡ് കൂടുതലാണെന്നാണ്. അപ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് വലിക്കുക. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വലിക്കുക. ഒരു പഫിന് ഒരു 4-5 പ്രാവശ്യം ശ്വാസം അകത്തേക്കും പുറത്തേക്കും വലിച്ചു വിടുന്നത് നല്ലതാണ്. മരുന്ന് പൂർണ്ണമായിട്ടും അകത്തേക്ക് പോയിന്ന് ഉറപ്പ് വരുത്താൻ ഒരു 4-5 പ്രാവശ്യം ഐ പ്രിഫർ. സോ സ്പേസർ വെച്ച് വലിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് റോട്ട ക്യാപ്സ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ്. എൻ്റെ കയ്യിൽ ഇപ്പം 3 ഡിവൈസസ് ഉണ്ട്. കോമൺ ആയിട്ട് മാർക്കറ്റിൽ കാണുന്ന 3 തരം ഡിവൈസസ് ആണ് ഞാനിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇത് കമ്പാരേറ്റീവ്ലി ചീപ്പറാണ്. റോട്ടാഹെയിലർ എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ മരുന്നെടുക്കുക. ഈ ഡിവൈസിന് 2 ഭാഗമുണ്ട്. അപ്പോൾ അത് രണ്ടും അടച്ചു വയ്ക്കുക. മീൻസ് ക്യാപ്സ്യൂൾ ഇതിൻ്റെ ഈ വെളുത്ത ഭാഗം, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗം താഴേട്ട് വരത്തക്ക രീതിയിൽ ഫുള്ള് അകത്തോട്ട് നീക്കി വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ മരുന്നിടാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ഫുള്ള് അടച്ചു വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ കൈ പിടിച്ചിട്ട് മുകളിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാപ്സ്യൂൾ ഇതിൻ്റെ അകത്തേക്ക് വീഴും. അപ്പോൾ മിക്കവാറും വീഴുമ്പം ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് വരിക. അപ്പോൾ അത് പൊട്ടി തുറന്നിട്ട് ആണ് താഴോട്ട് വീഴുക. പക്ഷേ എല്ലാ റോട്ടാഹെയിലറുകളിലും ചിലപ്പം ക്യാപ്സ്യൂൾ പൊട്ടി തുറന്നകത്തേക്ക് വീണോളണമെന്നില്ല. ക്യാപ്സ്യൂളിൻ്റെ പ്രശ്നം കൊണ്ടോ ഇൻഹേലറിൻ്റെ പ്രശ്നം കൊണ്ടോ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചേക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കണം ഇതിൻ്റെ ഉള്ളിൽ വീണ മരുന്ന് തുറന്നിട്ടാണോ വീണതെന്നുള്ളത്. അപ്പം തുറന്ന് നോക്കി ഇത് തുറന്നിട്ടില്ലേ, ഇത് അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇത് നമുക്ക് സ്റ്റെപ്പ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറ് ഇത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തുറക്കാൻ പറ്റും. അപ്പോൾ അത് തുറക്കുക. തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മരുന്നുള്ളതും അതിൻ്റെ അടപ്പും എല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. അതിനുശേഷം സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക, കഴുത്തിങ്ങനെ പിടിക്കുക, വായ്ക്കകത്ത് വെച്ചൊരു ഫുൾ സീൽ ഫോം ചെയ്ത ശേഷം ഒരു 5 പ്രാവശ്യം അങ്ങനെ ഉപയോഗിക്കുക. രണ്ടാമത് ഒരു മരുന്നും കൂടെ ഉപയോഗിക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇടുക. വീണ്ടും ഇതുപോലെ തന്നെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ലൂപ്പിഹെയിലറിൻ്റെ അകത്ത് ഒരു കവറുണ്ട്. ഇതിൻ്റെ മൗത്ത് പീസാണ്. ഇതിങ്ങനെ കറക്കിയിട്ടാണ് തുറക്കുക. ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കറക്കി നോക്കുക. ഒരു ഭാഗത്തേക്ക് കറക്കുമ്പോൾ ഇത് തുറക്കും. ഇതിൻ്റെ ഉള്ളിൽ ഈ ക്യാപ്സ്യൂൾസ് വെക്കാനുള്ളൊരു അറയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്യാപ്സ്യൂൾ ഇടുക. ക്യാപ്സ്യൂൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ അറ. എന്നിട്ടിത് അടച്ച് ലോക്ക് ചെയ്യുക. ഈ ഓറഞ്ച് ബട്ടൺ 1-2 പ്രാവശ്യം ഇങ്ങനെ അമുക്കുക. അപ്പം ഇത് അമുക്കുമ്പോൾ 2 സൈഡിൽ നിന്നും സൂചി, നല്ല കട്ടിയുള്ള സൂചി വന്നിട്ട് ഈ ക്യാപ്സ്യൂൾസിൻ്റെ 2 സൈഡും പിയേഴ്സ് ചെയ്യും. തുളച്ച് അകത്ത് കയറും. വിടുമ്പം തിരിച്ചു പോകും. അപ്പോൾ ക്യാപ്സ്യൂൾ തുള വീഴും. അതിനുശേഷം നമ്മളിത് ഇതുപോലെ തന്നെ വായ്ക്കകത്ത് വയ്ക്കുക. അകത്തേക്ക് ശ്വാസം വലിച്ചിടുക. നമ്മൾ വലിക്കുമ്പം ശരിക്കും ഈ ക്യാപ്സ്യൂൾ ഇതിൻ്റെ ഉള്ളിൽ പിയേഴ്സായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ ഒരു ശബ്ദം കേൾക്കുക. ഞാൻ ആദ്യം വലിച്ചപ്പോൾ ശബ്ദം അങ്ങനെ കേട്ടില്ല. അപ്പോൾ ഒന്ന് ശരിക്കും കുലുക്കിയിട്ട്
വീണ്ടും ഒന്നുകൂടെ വലിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ കേട്ട പോലത്തെ ഒരു ശബ്ദം കേൾക്കണം. എന്നാലേ ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വലിക്കുമ്പോൾ നെഗറ്റീവ് പ്രഷർ വന്നിട്ട് ക്യാപ്സ്യൂൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കറങ്ങുമ്പോഴാണ് പൊടി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മരുന്ന് പുറത്തേക്ക് വരിക. അങ്ങനെ ഒരു 5 ടൈംസ് ഇതും യൂസ് ചെയ്യുക. ശ്വാസത്തേക്ക് വലിക്കുക, പിടിച്ചു വെക്കുക, മൂക്കിൽ കൂടെ വായിക്കൂടെ പുറത്തേക്ക് വിടുക. അടുത്തത് റിവലൈസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് തുറന്നിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഈ ജംഗ്ഷനിൽ 2 ആരോ ഉണ്ട്, കണ്ടോ? ഈ ആരോ രണ്ടും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ അത്രയും നന്നായിട്ട് തുറന്നു പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മരുന്ന് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു മരുന്ന് ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ മരുന്ന് ശരിക്കും ഇട്ട് ഞെക്കി അമുക്കി വയ്ക്കുക. അടയ്ക്കുക, വലിക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നമുക്ക് ഞെക്കാനൊന്നുമില്ല ഇതിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് തുറന്ന് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഒരു നീഡിൽ, നല്ല കട്ടിയുള്ളൊരു നീഡിൽ ഇതിൻ്റെ ഈ ക്യാപ്സ്യൂളിനകത്തേക്ക് കയറും. അത് കഴിഞ്ഞ് ഫുള്ള് തുറന്ന് ഇവിടം വരെ എത്തുമ്പോൾ ഈ നീഡിൽ തിരിച്ച് അകത്തേക്ക് പോകും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നീഡിൽ കാണത്തില്ല. ഈ ഒരു സ്റ്റേജിൽ നീഡിൽ അകത്തേക്ക് കയറും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നീഡിൽ തിരിച്ച് വീണ്ടും പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്യാപ്സ്യൂള് മരുന്ന് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും വലിച്ച് കാണിച്ചു തരാം. ഓരോ പ്രാവശ്യം വലിക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഈ ക്യാപ്സ്യൂള് കിടന്നിട്ട് ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്നൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോഴേ നമ്മൾ വലിക്കുന്നത് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ 3 എണ്ണം വലിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. ഇനി ഈ 3 എണ്ണവും നമ്മൾ ക്ലീൻ ചെയ്യണം. ഓരോ പ്രാവശ്യവും നമ്മൾ ക്യാപ്സ്യൂൾസ് ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യണം. ഇത് 3 എണ്ണം റണ്ണിങ് വാട്ടർ, അതായത് ചുമ്മാ ടാപ്പിൻ്റെ അടിയിൽ പിടിച്ചിട്ട് കഴുകിയാൽ മതി. തുറക്കുക, മരുന്നെടുത്ത് കളയുക, നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ ക്ലീൻ ചെയ്യുക. മരുന്നെടുത്തിട്ട് കളയുക, ക്ലീൻ ചെയ്യുക. തിരിച്ച് വീണ്ടും ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയ ശേഷം അടച്ചു വയ്ക്കുക. റൊട്ടാഹെല്ലറും അതെ, തുറക്കുക, മരുന്ന് കളയുക, നല്ല റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്യുക, ഡ്രൈ ആയതിനു ശേഷം അടച്ചു വയ്ക്കുക. സെയിം ഇതും അതെ. ഇതിങ്ങനെ മലത്തി പിടിച്ചിട്ട് ടാപ്പിൻ്റെ അടിയിൽ മരുന്ന് കളഞ്ഞതിന് ശേഷം മലത്തി പിടിച്ചിട്ട് ടാപ്പിൻ്റെ അടിയിൽ വെച്ച് ക്ലീൻ ചെയ്യുക, ഡ്രൈ ആക്കുക, അടച്ചു വയ്ക്കുക. ഓരോ പ്രാവശ്യവും നമ്മളിത് ക്ലീൻ ചെയ്യണം. പക്ഷെ സ്പേസർ ആഴ്ചയിൽ 1 ക്ലീൻ ചെയ്താൽ മതി. സ്പേസർ ക്ലീൻ ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്യണം. അതായത് ഇതിൻ്റെ മൗത്ത് പീസ് വയ്ക്കുന്ന സൈഡ് നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മൗത്ത് പീസ് മീൻസ് ഇൻഹേലറിൻ്റെ മൗത്ത് പീസ് വയ്ക്കുന്ന സൈഡ് തുറക്കാൻ പറ്റുന്നതാണ്. ഈ മൗത്ത് പീസിൻ്റെ ക്യാപ്പും തുറന്നിടുക. എന്നിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക, ഡ്രൈ ആക്കുക. അതിനുശേഷം വീണ്ടും ഉപയോഗിക്കുക. നനവിരുന്ന് കഴിഞ്ഞാൽ ഈ പൊടികൾ മരുന്നെല്ലാം ഇതിൻ്റെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. രണ്ടിൻ്റെ ഇൻഹേലറിൻ്റെ മീൻസ് സ്പേസറിൻ്റെ സൈഡിലാണെങ്കിലും ഈ റോട്ടാഹെയിലറിൻ്റെ ഒക്കെ സൈഡിലാണെങ്കിലും നനവിരുന്ന് കഴിഞ്ഞാൽ മരുന്ന് ഫുള്ള് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് ചെല്ലത്തില്ല. എല്ലാ ഇൻഹേലറുകളും വലിച്ചു കഴിഞ്ഞാൽ വാ കഴുകേണ്ടതാണ്. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പ്രോപ്പർ ടെക്നിക്കിൽ വലിച്ചു കഴിഞ്ഞാൽ 80% മുകളിൽ മരുന്ന് നമ്മുടെ ശ്വാസകോശത്തിന് അകത്തേക്ക് ചെല്ലുന്നതാണ്. എന്നാലേ മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ഗുഡ് ബൈ.